ഹായ് മക്കളെ. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 1 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സാമിന് 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ റിവിഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാക്സിമം 17-ാം തീയതി വരെ നമുക്ക് ഈ റിവിഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ളിൽ ആ 3 ചാപ്റ്റർ മാക്സിമം കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. റിവിഷൻ ചെയ്യാനായിട്ട് ഈ രീതിയിൽ റിവിഷൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ കംപ്ലീറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും നമ്മൾ മാക്സിമം പറ്റുന്ന അത്ര റിവിഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്ത് തുറന്ന് വെക്കുക. ചാപ്റ്റർ 1 എടുത്ത് വെക്കുക. അപ്പം ഞാൻ ഓരോ പേജും എടുത്തെടുത്ത് പറയും. അപ്പോൾ ആ പേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ്സിൽ പറയുക. അല്ലാതെ കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്കിനി എടുത്തു തീർക്കാനുള്ള സമയമില്ല, റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അരമണിക്കൂർ ഇല്ല, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അത് കണ്ട് മനസ്സിലാക്കി വീഡിയോ കണ്ടതിന് ശേഷം അല്ലെ വീഡിയോൻ്റെ ഇടയിലായി തന്നെ മാക്സിമം പഠിച്ചതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കണം, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം. ഞാൻ കണ്ടു പഠിച്ചു എന്നുള്ളത്. പിറ്റേ ദിവസം ഞാനൊരു ആ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും, ക്ലാസ്സിൽ വെച്ച് ചോദിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും കണ്ടു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഗ്രൂപ്പിലിടാൻ പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഫുഡ് ഫോർ ഹെൽത്ത് എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ ക്ലാസ്സിൽ എടുത്തതാണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു നോക്കൂ. നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്, ആ ഓരോ ന്യൂട്രിയൻസിനെയും കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്തൊക്കെ രോഗങ്ങളാണ്, എന്തൊക്കെ ഡിസീസസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, ആ ഡിസീസസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതൊന്ന് റിവൈസ് ചെയ്യുക മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് മുതൽ ബേസിക് സയൻസിൻ്റെ ഓരോ പോർഷനും പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന 3-ാമത്തെ ചാപ്റ്ററും അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പം അത് എടുക്കുന്നതിനനുസരിച്ച് പഠിച്ചു പോവുക, ബാക്കി ഈ റിവിഷൻ്റെ കൂടെ പോവുക. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, നിങ്ങൾ പേജ് നമ്പർ 8 എടുക്കുക. 7-ൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പേജ് നമ്പർ 7 എടുക്കുക, സോറി പേജ് നമ്പർ 8 എടുക്കുക. ഈ പേജ് നമ്പർ 8-ൽ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കാണാം. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സീരിയൽസ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സീരിയൽസിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം. അപ്പം നിങ്ങൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒരു 4 അല്ലെങ്കിൽ 3 എക്സാമ്പിൾ പഠിച്ചാൽ മതി. ആ പഠിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് പരിചയമുള്ള എക്സാമ്പിൾസ് പഠിക്കുക. അല്ലാതെ നിങ്ങളൊക്കെ നെറ്റിലൊക്കെ നോക്കി ഒരുപാട് എക്സാമ്പിൾസ് എഴുതി അന്ന് വന്നിരുന്നു, പക്ഷെ എല്ലാം ഒന്നും പഠിക്കേണ്ട, കാരണം നിങ്ങളത് ഓർത്തിരിക്കില്ല. അപ്പോൾ പരിചയമുള്ള എക്സാമ്പിൾസ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു 3-4 എണ്ണം പഠിക്കാം. ഓക്കെ, അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. അപ്പം നമുക്ക് വേണ്ട നമ്മുടെ ഫുഡിൽ ഉണ്ടാവേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ സീരിയൽസ് ആണ്. സീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? എക്സാമ്പിൾസ് ധാന്യങ്ങളാണ് അല്ലേ? റൈസ്, വീറ്റ്, ദെൻ മെയ്സ്, ബാർലി, അങ്ങനെയുള്ള എല്ലാം എന്തിൽ വരും? സീരിയൽസിൽ വരും. അപ്പോൾ ഇപ്പം തന്നെ പഠിക്കുക ഏതൊക്കെയാണ് സീരിയൽസിൽ ഉൾപ്പെടുന്നത്. റൈസ്, വീറ്റ്, മെയ്സ്, ബാർലി. ഓക്കെ. രണ്ടാമത്തെയാണ്, നമ്മളൊക്കെ അറിയാവുന്നതാണ്, ഫ്രൂട്ട്സ് ആണ് അല്ലേ? ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഫ്രൂട്ട്സ് പഠിക്കാം. മാംഗോ, ആപ്പിൾ, ഓറഞ്ച്, ബനാന, ഇതെല്ലാം നമ്മുടെ ഫ്രൂട്ട്സിൽ വരും. ഇനി നെക്സ്റ്റ് വൺ എന്തായിരുന്നു? വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ്. അപ്പോൾ വെജിറ്റബിൾസിൽ വരുന്ന എന്തൊക്കെയായിരുന്നു? നമ്മുടെ വെജിറ്റബിൾസ്, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകളും അതിന് സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ക്യാരറ്റ്,
ബ്രിഞ്ചാൾ, ടൊമാറ്റോ, ക്യാബേജ്. ഇതിലൊന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. കാരണം നമ്മൾ ചെറിയ ചെറിയ വാക്കുകളാണ്, നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. അപ്പം അതൊന്നും തെറ്റിക്കുന്നത് ശരിയല്ല. അപ്പം സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചു വെക്കേണ്ട. 3-4 എക്സാമ്പിൾ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് കറക്റ്റ് വൃത്തിക്ക് പഠിക്കുക. ഓക്കെ. ഇനി നാലാമത്തെ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പൾസസ് ആണ്. അപ്പോൾ പൾസസിൽ വരുന്നതാണ് ഗ്രീൻ ഗ്രാം, ചെറുപയർ, അങ്ങനെയുള്ള എല്ലാം വരും. റെഡ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ലെൻറ്റിൽ. അപ്പോൾ ഉഴുന്ന് അങ്ങനെയുള്ളതിലാണ് ലെൻറ്റിൽ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ലീഫി വെജിറ്റബിൾസ്. ഏതൊക്കെയാണ് ലീഫി വെജിറ്റബിൾസ്? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്. ചീരയ്ക്ക് പറയുന്നതാണ് സ്പിനാച്ച്. സ്പിനാച്ച്, മുരിങ്ങ ലീവ്സ് എന്ന് തന്നെയാണ് പറയാം. അമരാന്തസ്, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പേജിൽ. അപ്പൊ ഇതിപ്പോ തന്നെ പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് വീഡിയോ പോസ് ചെയ്യുക, ആദ്യം ഇത് പഠിക്കുക. ഓക്കെ. പഠിച്ചതിന് ശേഷം ബാക്കി കാണാം. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത പേജ് നമ്പർ 9 ആണ് എടുക്കേണ്ടത് കേട്ടോ. പേജ് നമ്പർ 9. അപ്പൊ പേജ് നമ്പർ 9 നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. വൈ ഡു വി ഈറ്റ് ഫുഡ്? ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫുഡ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? യെസ്, ഇറ്റ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഹെൽത്ത് ആരോഗ്യം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമാണോ? അല്ല, നമ്മുടെ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ, നമുക്ക് രോഗങ്ങളൊന്നും വരാതെ പ്രതിരോധ ശക്തി ലഭിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് കഴിക്കുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചതാണ്. എക്സാമിന് ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമായിരുന്നു. വൈ ഡു വി ഈറ്റ് ഫുഡ്? അപ്പൊ ഈ 4 പോയിന്റ് ആയിട്ട് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ പോയിന്റ് ആയിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾ എക്സാം ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ഫസ്റ്റ് എന്താ പറയാ, ഫസ്റ്റ് ഫംഗ്ഷൻ കിട്ടി, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് എ ഫങ്ഷൻസ് ഓഫ് ഫുഡ് എന്ന് ചോദിക്കാം കേട്ടോ. ആ രീതിയിലും ചോദിക്കാം. ഫംഗ്ഷൻ ഒരെണ്ണം കിട്ടി, ബാക്കി മറന്നുപോയി. അപ്പൊ നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്ന 4 പോയിന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ വേഗം ഓർക്കാൻ പറ്റും. അപ്പൊ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ. ഇനി ഈ ഫുഡിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വെച്ചു. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ് ഇൻ ഫുഡ്? ഏതൊക്കെയാണ്? 5 നമുക്ക് ന്യൂട്രിയൻസ് ആയിട്ടുള്ളത്. ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ 5 പേരെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം, ഏതൊക്കെയാണ് ഫുഡിലെ മേജർ ന്യൂട്രിയൻസ് എന്നുള്ള ക്വസ്റ്റ്യനും വരാം. ഓക്കെ. അപ്പൊ ഈ 5 കറക്റ്റ് പേരും സ്പെല്ലിങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇനി വാട്ടറിനെ കുറിച്ച് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ കമ്പണന്റ് ഒന്നും അല്ല. പക്ഷേ വാട്ടർ കുടിച്ചില്ലെങ്കിലും നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. വാട്ടർ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് തന്നെയാണ്. വാട്ടറിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ന്യൂട്രിയൻ്റ് അല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ആളാണ് ഇത് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സും എന്തല്ല, ന്യൂട്രിയൻ്റ് ആയിട്ടൊന്നും പറയില്ല. പക്ഷെ അത് നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ ഉണ്ടെങ്കിൽ നമുക്കത് മറ്റു പല കാര്യങ്ങൾ, നമ്മുടെ ഡൈജഷനും ഒക്കെ സഹായിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഇത് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ശരി. ഇനി ഇവിടെ ഈ ഒരു ബോക്സിൽ പഠിക്കാനുള്ളത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പം അത് പലതരത്തിലുള്ളതാണല്ലേ ആഡ് ചെയ്യുന്നത്. നമ്മൾ ചീരയിൽ ആഡ് ചെയ്യുന്ന കൂട്ടാണോ നമ്മൾ സാമ്പാറിൽ ആഡ് ചെയ്യുക? അല്ല, പല രീതിയിലാണ്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനെ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാ കറികളിലും ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട മറ്റു പല
ന്യൂട്രിയൻസും നമുക്ക് കിട്ടാതാവും. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം എന്തൊക്കെ പഠിക്കണം? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ വൈ ഡു വി ഈറ്റ് ഫുഡ്, എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്, 4 പോയിന്റ്സ് പഠിക്കുക. ദെൻ വിച്ച് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ അവർ ഫുഡ്, ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. പിന്നെ ന്യൂട്രിയൻസ് അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കമ്പോണൻസ് ആണ് ഇതൊക്കെ, വാട്ടറും ഫൈബേഴ്സും. ഇവർ രണ്ടും ന്യൂട്രിയൻസ് അല്ല, പക്ഷെ ഇവരില്ലാതെ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. എസ്പെഷ്യലി വാട്ടർ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ തീരെ പറ്റില്ല. ഓക്കെ. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് എന്തിൽ ആഡ് ചെയ്യുന്നത്? നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ഫുഡിലും ഓരോ ഇൻഗ്രീഡിയൻസ് അല്ലെ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങളാണ്, ഈ 3 ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു പേജ് നമ്പർ 9 നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് പഠിച്ചതിന് ശേഷം പേജ് നമ്പർ 10 പോകും. ശരി. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ഓർമ്മയുണ്ട്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ നമുക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന ചോറ്, റൈസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്ത് തന്നെയാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ഓരോ ഫുഡ് ഐറ്റത്തിലും ഈ കാർബോഹൈഡ്രേറ്റ് പല ഫോമുകളിലാണ് ഉള്ളത്. അതായത് പല ഫോംസ് ആയിട്ടാണ് ഓരോ ഫുഡ് ഐറ്റത്തിലും ഉള്ളത്. നമ്മുടെ റൈസിൽ അത് സ്റ്റാർച്ചിന്റെ ഫോമിലാണ് ഉള്ളത്. ഓക്കെ. എന്നാൽ മറ്റു പല ഫ്രൂട്ട്സിലും അങ്ങനെയുള്ളതിലൊക്കെ മറ്റു പല ഷുഗർ ആയിട്ടും ഗ്ലൂക്കോസ് ആയിട്ടും സെല്ലുലോസ് ആയിട്ടും ഫൈബേഴ്സ് ആയിട്ടും ഒക്കെയാണ് എന്ത് പ്രസന്റ് ആയിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ആയിട്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, കാർബോഹൈഡ്രേറ്റ് എന്തിന്റെ സോഴ്സ് ആണ്? എനർജി സോഴ്സ് ആണ്. എനർജി സോഴ്സ് ആണ് എന്ത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഏതാ? പറയാൻ പറ്റുമോ? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്: സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് ഫൈബേഴ്സ്. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. ഇത്രയും ഫോമിലാണ് എന്ത് പ്രസന്റ് ആയിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റ് ഓരോ ഫുഡ് ഐറ്റത്തിലും പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി സ്റ്റാർച്ച് എന്ന് പറയുന്ന നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് എവിടെയാണ് അധികം ഉള്ളത്? അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അബണ്ടന്റ് ആയിട്ട് എന്തിലൊക്കെ ഉള്ളത്? സീറിയൽസ്. ഏതൊക്കെയായിരുന്നു സീറിയൽസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സാമ്പിൾസ്. നമ്മുടെ റൈസ്, വീറ്റ്, അതുപോലുള്ള സീറിയൽസിലെല്ലാം എന്ത് ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്? സ്റ്റാർച്ചിന്റെ ഫോമിലാണ്. അതേപോലെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം കാർബോഹൈഡ്രേറ്റ് എന്ത് ഫോമിലാണ്? സ്റ്റാർച്ചിന്റെ ഫോമിലാണ്. അപ്പൊ ഇവരിൽ 2 പേരിലുമുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചിന്റെ ഫോമിലാണ് ഉള്ളത്. ഇനി ഇത് കൂടാതെ നമ്മുടെ എന്തുണ്ട്? ഷുഗർ ഉണ്ട്. ഷുഗർ എന്ന് പറയുന്നത് ഏതിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഈ ഷുഗർ കാർബോഹൈഡ്രേറ്റ് ഷുഗറിന്റെ ഫോമിലുള്ളത് നമ്മൾ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹണി, പിന്നെ എന്തിലാണ്? ഫ്രൂട്ട്സ്. ഇതിലൊക്കെ എന്താണ്? ഷുഗർ ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ഗ്ലൂക്കോസിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? സെയിം, ഹണി പറയാം, ദെൻ ചോളം പറയാം, പയർ വർഗ്ഗങ്ങൾ, പീസ്, ഇതൊക്കെ എന്തിൽ വരും? ഗ്ലൂക്കോസിൽ വരുന്നത് ഹണി വരും. ഹണി, ദെൻ നമ്മുടെ കോൺ, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി സെല്ലുലോസ് എന്ന് പറയുന്നത് സാധാരണ പ്ലാന്റ്സിലാണ് സെല്ലുലോസ് കാർബോഹൈഡ്രേറ്റ് ഫോമിലുള്ളത്. അപ്പൊ സെല്ലുലോസിൽ ഏതൊക്കെ വരാം? നമ്മുടെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരാം. ഓക്കെ. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാത്തിലും ഫൈബേഴ്സ് ഉണ്ട്. അതായത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ എന്തുണ്ട്? ഫൈബേഴ്സ് പ്രസന്റ്. അപ്പൊ ഇങ്ങനെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾസ് പഠിച്ചില്ലെങ്കിലും ഏതൊക്കെ ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ആയിട്ടുള്ളത്? സ്റ്റാർച്ച്,
ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പേജിൽ പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത പേജിലേക്ക് പോവുക കേട്ടോ. പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് ഇത് പഠിക്കുക. പഠിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോവും. ഓക്കെ. അപ്പൊ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കേണ്ടത് ഇതൊരു എനർജി സോഴ്സ് ആണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ പറഞ്ഞു പല ഫുഡ് ഐറ്റത്തിലും കാർബോഹൈഡ്രേറ്റ് കുറേ ഫോമിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചില ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ അയഡിൻ ടെസ്റ്റ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു. പൊട്ടറ്റോ വെച്ചിട്ടും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അയോഡിൻ ടെസ്റ്റിൽ എന്തൊക്കെയാ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് രണ്ട് ഐറ്റംസ് വെച്ചിട്ട് ഇപ്പൊ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അയോഡിൻ അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞ എക്സ്പെരിമെന്റ് ചെയ്തത് പൊട്ടറ്റോ ചെയ്തു അല്ലെ, പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇനി അതില്ലാത്ത ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് പാല് വെച്ചിട്ട് അല്ല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ മിൽക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടെസ്റ്റ് ട്യൂബ് മിൽക്ക് ഡയലൂട്ട് അയഡിൻ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ദെൻ റൈസ് വാട്ടറും എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാനിത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. സപ്പോസ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പം നമ്മൾ പൊട്ടറ്റോ എടുത്തു. ഓക്കെ. പൊട്ടറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടറ്റോ എടുക്കുക, ഒരു പീസ് പൊട്ടറ്റോ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, 2-3 ഡ്രോപ്സ് എന്ത് ആഡ് ചെയ്യാം? അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. നമ്മൾ ചെയ്തല്ലോ, ഓർമ്മയുണ്ടല്ലോ. അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുക. അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്തായിരുന്നു ഒബ്സർവ് ചെയ്തത്? ആ സ്- എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ആ കളർ എന്തായിട്ട് മാറും? ഈ ഡാർക്ക് ബ്ലൂ കളർ ഫോം ചെയ്യും. അയഡിൻ സൊല്യൂഷന്റെ ആ കളർ മാറി ഒരു ഡാർക്ക് ബ്ലൂ കളറായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഫുഡ് ഐറ്റത്തില് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പം അവിടെ ഡാർക്ക് ബ്ലൂ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫുഡിൽ എന്തുണ്ടായിരിക്കും? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ആയിരിക്കും. ഇത്രയും മാത്രമാണ് എക്സ്പെരിമെന്റ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് എക്സ്പെരിമെന്റിന്റെ ഫോമിൽ എഴുതണമെങ്കിൽ എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ ആ രീതിയിൽ നമ്മൾ നോട്ടിൽ എഴുതിയ പോലെ ആ നോട്ട് വെച്ചിട്ട് നിങ്ങൾ അതേപോലെ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളൊന്ന് വിശദമായിട്ട് ആ സ്റ്റെപ്സിലൂടെ ഒന്ന് എഴുതുന്നു എന്ന് മാത്രം. അപ്പൊ അത് ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. നമ്മൾ നോട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെന്റ്. നമ്മൾ ഒരു ഫുഡ് ഐറ്റം എടുക്കുന്നു, അതിലേക്ക് 2-3 ഡ്രോപ്പ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. നമ്മൾ ഡാർക്ക് ബ്ലൂ കളർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവില്ല. കിട്ടുകയാണെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പ്രസന്റ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ എക്സ്പെരിമെന്റ് നോട്ടിൽ നോക്കി ഇപ്പൊ തന്നെ വ്യക്തമായിട്ട് പഠിക്കാം. നമ്മൾ ചെയ്ത ഫുഡ് ഐറ്റം വെച്ചിട്ട് തന്നെ എക്സ്പെരിമെന്റ് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. മറ്റേത് ചെയ്യാത്ത ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് എഴുതുമ്പോൾ ചിലപ്പം ഡൗട്ട് വരാം. ഓക്കെ, ഇതിലുണ്ടാവുമോ അല്ലെങ്കിൽ എന്നുള്ള ഡൗട്ട്. ഇപ്പൊ എഗ് വൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഈ ഒരു ബ്ലൂ കളർ കാണാൻ കഴിയില്ല. കാരണം എന്തായിരിക്കും? അതിൽ കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് അല്ല. ഓക്കെ. മൈദയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കുക്കുംബറിൽ വളരെ കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ലൈറ്റ് ബ്ലൂ കളറൊക്കെ ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത നമുക്കൊരു എക്സ്ട്രാ റീഡിംഗ് ആണ്, എന്നാൽ കൂടി ഇത് പഠിക്കണം. കാരണം ഇതിൽ നിന്നൊക്കെ മുന്നേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെറുതെ വിട്ട് കളയണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എക്സാമ്പിൾസും പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ക്രോപ്പാണ്, ഒരു വിളവിനമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാസ് സ്പീഷീസ്, പുല്ല് വർഗത്തിൽ പെടുന്ന ആളാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ. പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്,
മില്ലറ്റ്സിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് പ്രസന്റ് ആണ്, അതുകൂടാതെ ചില മിനറൽസും പ്രസന്റ് ആണ്. എന്തിനേക്കാട്ടിലും കൂടുതൽ റൈസ്, വീറ്റ് ഇന്ന സാധനങ്ങളിനെക്കാട്ടിലും കൂടുതൽ എന്തുണ്ട്? മില്ലറ്റ്സിൽ പ്രോട്ടീനും വൈറ്റമിൻസും അതേപോലെ മിനറൽസും പ്രസന്റ് ആണ്. ഇനി ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇറ്റ് ഈസ് എ ഫൈബർ റിച്ച് ഫുഡ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫൈബർ ഹൈ എമൗണ്ടിലുള്ള ഒരാളാണ് ഏത്? നമ്മുടെ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫൈബർ എന്തിനാ ഹെൽപ്പ് ചെയ്യുക? നമ്മുടെ ഡൈജഷൻ, ദഹനത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഫൈബേഴ്സ്. അപ്പം മില്ലറ്റ്സ് ധാരാളം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിന് പ്രശ്നങ്ങളൊന്നും വരില്ല, ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കും. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് പഠിക്കുക. നമ്മൾ പഠിച്ചതാണ് ഫിംഗർ മില്ലറ്റ്, ബജ്റ, ദെൻ മെയ്സ്. ഒരു 3 പഠിച്ചു വെക്കുക കേട്ടോ. ഫിംഗർ മില്ലറ്റ്സ്, ബജ്റ, ദെൻ മെയ്സ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മില്ലറ്റ്സ് പഠിക്കണം? ഇത് ഏത് സ്പീഷീസിൽ പെടുന്നതാണ്? ഗ്രാസ് സ്പീഷീസിൽ പെടുന്ന ആണ്. ഗ്രാസ് സ്പീഷീസ് ആണ്. അതുകൂടാണ്ട് ഇതിൽ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് പ്രസന്റ് ആണ്. നമ്മുടെ റൈസിലും വീറ്റിലും ഉള്ളതിനേക്കാട്ടിലും കൂടുതലുണ്ട്. അപ്പം അത് കഴിക്കുന്നതിലും കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീൻ ഒക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് കഴിക്കാം? മില്ലറ്റ്സ് കഴിക്കാം. ദെൻ ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. ഫൈബേഴ്സ് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഇതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കും. ഫിംഗർ മില്ലറ്റ്, ബജ്റ, ദെൻ മെയ്സ്. ഓക്കെ ആണോ? ഓക്കെ, മടുത്തോ? നമുക്ക് ബാക്കി പിന്നെ എടുക്കണം. ഇനി നമുക്ക് പ്രോട്ടീൻ ആണുള്ളത്. പ്രോട്ടീൻ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഇന്ന് എടുത്തിട്ടുള്ളൂ. പേജ് നമ്പർ 11 വരെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പേജ് നമ്പർ 12 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പേജ് നമ്പർ 11 വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടോ അത് ശരിക്കും പഠിക്കുക. എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒരുമിച്ച് വെച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരു ഇതുണ്ട്, നോട്ടിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അതേ പഠിക്കുകയുള്ളൂ, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നോട്ടും ടെക്സ്റ്റും വെച്ചിട്ട് പഠിക്കുക. ചിലപ്പം ടീച്ചർ കാണാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ ആ പോയിന്റ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക? ടെക്സ്റ്റും നോട്ടും വെച്ച് ഒരുമിച്ച് പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.